നന്ദി പറയാൻ പോലും കോൺഗ്രസ് എംഎൽഎമാർ വന്നില്ല. വൈകാരിക കുറിപ്പുമായി സ്റ്റാലിൻ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ സംസ്ഥാനത്ത് രാഷ്ട്രീയ നാടകങ്ങൾക്കിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വീകരിച്ച നിലപാടിനെ പ്രശംസിച്ച് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ. അധികാരത്തിനായി മറുകണ്ഠം ചാടിയ കോൺഗ്രസിന്റെ വഞ്ചനയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് അദ്ദേഹം നടത്തിയത്. തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഉടലെടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിക്കിടെയാണ് സ്റ്റാലിന്റെ വൈകാരിക കുറിപ്പ്. നിലവിലെ പ്രതിസന്ധി ഒഴിവാക്കാൻ TVKക്ക് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും DMK മുന്നണിയിൽ നയപരമായ അടിസ്ഥാനത്തിൽ തുടരുമെന്നറിയിച്ച പാർട്ടികളെ സ്വാഗതം ചെയ്യുന്നതായും സ്റ്റാലിൻ വ്യക്തമാക്കി. സഖ്യത്തിൽ ഒപ്പം നിന്ന് മത്സരിച്ച് ജയിച്ച് കോൺഗ്രസ് MLAമാർ നന്ദി പറയാൻ പോലും വന്നില്ല. അന്നേ ദിവസം തന്നെ അവർ DMKയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് മുമ്പോട്ട് പോയി. അതേസമയം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സഖാവ് ഷൺമുഖം, സഖാവ് വീരപാണ്ഡ്യൻ, VCK പാർട്ടി നേതാവ് തിരുമാവളവൻ എന്നിവർ DMKയ്ക്കൊപ്പം നിൽക്കുമെന്നും ഒന്നിച്ചു നിന്ന് തമിഴ്നാടിനും ജനക്ഷേമത്തിനു വേണ്ടിയും പോരാടുമെന്നും അറിയിച്ചു. DMKയോടുള്ള വിശ്വാസവും സൗഹൃദബോധവും പ്രകടിപ്പിക്കുകയായിരുന്നു ഇതിലൂടെ അവർ ചെയ്തത്. നിർണായക ഘട്ടത്തിൽ കൂടെ നിന്ന എല്ലാ സഖ്യകക്ഷികൾക്കും നന്ദി അറിയിക്കുന്നുവെന്ന് സ്റ്റാലിൻ പറഞ്ഞു. എത്ര നന്ദി പറഞ്ഞാലും പ്രശംസിച്ചാലും മതിയാകില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടെ തമിഴ്നാടിനെ എല്ലാ മേഖലയിലും ഞങ്ങൾ വികസിപ്പിക്കുകയും സംസ്ഥാനത്തെ സമ്പന്നമാക്കുകയും ചെയ്തു. നിരവധി പദ്ധതികളിലൂടെ ഓരോ വ്യക്തിക്കും പ്രയോജനം ലഭിക്കാനുള്ള അവസരങ്ങൾ ഞങ്ങൾ സൃഷ്ടിച്ചു. പുതിയ സർക്കാർ ഈ പദ്ധതികൾ തുടർന്നു കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. DMK നയിക്കുന്ന മതേതര പുരോഗമന സഖ്യത്തിന് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും ഗണ്യമായ വോട്ടുകൾ നേടാൻ സാധിച്ചു. പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനെ ഞങ്ങൾ തടസ്സപ്പെടുത്തുന്നില്ലെന്നും ക്രിയാത്മക പ്രതിപക്ഷ പാർട്ടിയായി DMK തുടരുമെന്നും നേരത്തെ തന്നെ അറിയിച്ചിരുന്നു.